മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരെ കൊലപ്പെടുത്തുവാൻ ആസൂത്രണം നടത്തിയ പാകിസ്ഥാൻ വംശജനായ ആസിഫ് റസ മെർച്ചന്റ് US അന്വേഷണ ഏജൻസികളുടെ പിടിയിലായിരിക്കുകയാണ്. ജൂലൈ 12-നാണ് 46-കാരനായ ആസിഫ് സീക്രട്ട് സർവീസ് ഒരുക്കിയ വലയിൽ വീഴുന്നത്. അതായത് പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന്റെ തൊട്ട് തലേന്ന്. എന്നാൽ ട്രംപിനെ വെടിവെച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ആ 20-കാരൻ മാത്യു ക്രൂക്സുമായി ആസിഫിന് ഒരു ബന്ധവുമില്ലെന്ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 ആഴ്ച ഇറാനിൽ ചെലവഴിച്ചതിന് ശേഷമാണ് ആസിഫ് US-ൽ കൊലപാതകങ്ങൾ നടത്തുവാനുള്ള വാടക കൊലയാളിയൊക്കെ കണ്ട് ഡീൽ ഉറപ്പിക്കുവാനായി അമേരിക്കയിലെത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിൽ ഇയാൾക്ക് പങ്കില്ലെങ്കിലും വിപുലമായ ഗൂഢാലോചനകളുടെ മുനയൊടിക്കാൻ കഴിഞ്ഞതിൻ്റെയും അതുപോലെ അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ ഉപയോഗിച്ച ചില കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞതിൻ്റെയും ഒക്കെ ആശ്വാസത്തിലാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ. ട്രംപിനെ കൊലപ്പെടുത്തുവാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഡൊണാൾഡ് ട്രംപിന്റെ പെൻസിൽവാനിയ റാലിക്ക് ആഴ്ചകൾ മുമ്പ് തന്നെ US സീക്രട്ട് ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. ആസിഫ് മെർച്ചന്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്ന് ഇന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. US ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ വധിക്കുവാനും അമേരിക്കയുടെ ഇന്റലിജൻസ് ഇൻഫർമേഷനൊക്കെ മോഷ്ടിക്കുവാനും ശ്രമിച്ചുവെന്നാണ് ഇന്ന് നൽകിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ള ആരോ നിയന്ത്രിക്കുന്ന രീതിയിൽ ആയിരുന്നു ആസിഫിന്റെ ഓരോ നീക്കങ്ങളെന്നും FBI-യുടെ രേഖകൾ പറയുന്നു. ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമാണ് കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്തത്. ഇതിനായി ന്യൂയോർക്കിൽ കണ്ടയാൾക്ക് $1 ലക്ഷം വാഗ്ദാനം ചെയ്തത്. അമേരിക്കയ്ക്കെതിരെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഗൂഢാലോചനക്കാരുടെ പ്രതിനിധിയായിട്ടാണ് താൻ എത്തിയതെന്നാണ് ആസിഫ് ന്യൂയോർക്കിൽ കണ്ടയാളോട് പറഞ്ഞത്. പണം ദുബായ് വഴിയോ ഇസ്താൻബുൾ വഴിയോ എത്തിക്കാനായിരുന്നു ആസിഫിന്റെ പ്ലാൻ. അടുത്ത കാലത്ത് US കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിൽ നടത്തിയ ടെസ്റ്റിമണിയിൽ രഹസ്യാന്വേഷണ തലവന്മാർ നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുവാൻ ഇറാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറേ വർഷങ്ങളായി എന്നാണ്. ന്യൂയോർക്കിലെ ക്ലബ്ബുകളിലൊക്കെ കറങ്ങി നടന്ന് വാടക കൊലയാളികളെ തപ്പിയെടുക്കുവാനായിരുന്നു ആസിഫിന്റെ പ്ലാൻ. എന്നാൽ ഇങ്ങനെ ഒരു ക്ലബ്ബിൽ വെച്ച് പരിചയപ്പെട്ട 2 പേർ വാടക കൊലയാളികളുടെ വേഷത്തിൽ വന്ന 2 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതോടെ മാസങ്ങൾ നീണ്ടുനിന്ന കൊലപാതക പ്ലാനുകൾ പൊളിയുകയായിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.